നമ്മളിന്ന് വർക്കല പോയിക്കൊണ്ടിരിക്കുകയാണ്. വർക്കല എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന് മുന്നേ പോയിട്ടുണ്ട്. നമ്മൾ മാക്സിമം എല്ലാ വർഷവും പോകാൻ നോക്കുന്ന ഒരു പ്ലേസാണ്. എൻ്റെ ഹരിൻ്റെയും ഭയങ്കര ഒരു ഫേവറേറ്റ് പ്ലേസാണ്. നമുക്ക് കുറേ മെമ്മറീസൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിസംബർ പോകാൻ നോക്കി, ഐ മീൻ 2025 ഡിസംബർ. പക്ഷേ ഭയങ്കര റഷ് ആയതുകൊണ്ട് സ്റ്റേ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ബുക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ കിട്ടുന്നത്. സോ ടുഡേ ഈസ് ആക്ച്വലി സാറ്റർഡേ. നമ്മൾ ഓൺ ദ വേ ആണ്. 7:30 ഒക്കെ ആയപ്പോൾ ഇറങ്ങി. ഇതൊക്കെയാണ് ഇത് സംഭവം. ഞാൻ ഹരിൻ്റെ കൂടെയാണ് പോകുന്നത്. പിന്നെ എന്താ, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഞാൻ എൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ കുറേ സംസാരിക്കണമല്ലോ. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്യണമെന്ന് തോന്നും, കാരണം കേൾക്കുന്നവർക്ക് ബോറടിച്ചാലോ. പക്ഷേ ഒരു ഗ്യാപ്പില്ലാണ്ട് സംസാരിക്കുക, അപ്പോൾ കട്ട് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ ഞാനതിങ്ങനെ ഇത്തവണ അത്രയും സംസാരിക്കരുതെന്നൊക്കെ ആലോചിച്ചിട്ട് ആ വീഡിയോ എടുക്കുക സ്റ്റാർട്ട് ചെയ്ത്. സോ പിന്നെ ഇത് വർക്കല സച്ച് വർക്കല ഒരു എക്സ്പ്ലോർ ചെയ്യുന്ന പോലത്തെ ഒരു വ്ളോഗൊന്നും ആയിരിക്കില്ല കേട്ടോ. ബിക്കോസ് ഒബ്വിയസ്ലി നമ്മൾ കുറേ പോയിട്ടുള്ളതുകൊണ്ട് നമ്മളങ്ങനെ കുറേ പ്ലേസസ് ഒന്നും കവർ ചെയ്യുന്നുണ്ടാവില്ല. മോസ്റ്റ്ലി വിൽ ബി ലൈക്ക് സ്റ്റേയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതൊക്കെയാണ് പരിപാടികൾ. സോ ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. സോ നമ്മളിപ്പോൾ പ്രോപ്പർട്ടിയിലെത്തി. നമ്മൾ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടീൻ്റെ പേര് ഒഷ്യാനോ ബൈ ട്രൊവെയിൽ എന്നാണ്. ഐ തിങ്ക് ഐ എം നോട്ട് മിസ്പ്രൊനൗൺസിങ്. അപ്പോൾ ഞാൻ ഈ റൂം കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ റൂം. കയറി വരുമ്പോഴത്തേക്കും ഇതേപോലെ ഇങ്ങനെ ഒരു കുട്ടി റൂമുണ്ട്. ഇവിടെ വാർഡ്രോബ്സൊക്കെ. ഇവർക്ക് കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൂംസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ബൊഹീമിയൻ തീമിലുള്ള റൂമായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. സോ ഫ്രം ദയർ മെയിൻ റൂമിലേക്ക് വരും. ഇതാ മെയിൻ റൂം. സോ ഇതും കംപ്ലീറ്റ്ലി ഒരു ബോഹോ തീമിൽ തന്നെ ചെയ്തേക്കുന്നത്. ലൈക്ക് ഈ ഒരു സാധനങ്ങളൊക്കെ, ഇതിൻ്റെ പേര് ഞാൻ മറന്നു. എനിക്ക് ആക്ച്വലി ഫ്ലാറ്റിലുണ്ടായിരുന്നു ഈ ഒരു സാധനം, പഴയ ഫ്ലാറ്റിൽ. ഇപ്പം ഇല്ല, ഇതിൻ്റെ പേര് ഞാൻ മറന്നു. സോ പിന്നെ ഇവിടുന്ന് വാഷ്റൂമിൻ്റെ ഹൈലൈറ്റ് മസ്റ്റ് ബി ദിസ് ഓപ്പൺ വിൻഡോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വിൻഡോ ഉണ്ട് ഇവിടുന്ന്. സോ ദിസ് ഈസ് ദ വാഷ്റൂം. പിന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് ബാൽക്കണി. ബാൽക്കണി സോ ഗുഡ്. ഇതാണ് ബാൽക്കണി എന്നുള്ള വ്യൂ. ഇറ്റ്സ് ലൈക്ക് ടു ഗുഡ്. ഭയങ്കര രസമുണ്ട് ഇവിടെ നിൽക്കാൻ. ഇപ്പോൾ ഒരു നട്ടുച്ചയാണ്, കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നല്ല രസമുണ്ടാവും. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല രസമുണ്ട് അങ്ങനെ. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇവിടെയായിരുന്നു നിന്നിരുന്നത്, ഈ പ്രോപ്പർട്ടിയിൽ. ദിസ് ഈസ് എലിക്സറിൻ്റെ വില്ല ലൂക്ക. ഐ തിങ്ക് ഈ റൂമിലായിരുന്നു നിന്നിരുന്നതെന്ന് തോന്നുന്നു. ആ താഴെ കാണുന്ന ബ്ലൂ പൂളിലൊക്കെ ഞാൻ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ വിചാരിച്ചു ഇവിടെ നിൽക്കാം. ഇവിടെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു. സോ ഇതൊക്കെയാണ് റൂമിൻ്റെ അപ്ഡേറ്റ്സ്. ബാക്കി ഐ വിൽ ബി അപ്ഡേറ്റിംഗ്. ഹലോ ഹരിശ്ചന്ദ്ര, ഞാൻ റൂം ടൂറിൻ്റെ സമയത്ത് ഇറക്കി വിട്ടാ, കാറിനു മുമ്പ് ഇറക്കി വിട്ടു. സോ ഇതാണ് ഞാൻ കൊച്ചിയിൽ ഇങ്ങോട്ടേക്ക് ഇട്ടുള്ള ഔട്ട്ഫിറ്റ്. ഔട്ട്ഫിറ്റൊന്നും പറയാനില്ല. ഈ ഒരു ടോപ്പും ഈ ഒരു ലിനൻ്റെ പാൻറ്റും. ഈ പാൻറ്റ് ആക്ച്വലി എൻ്റെ ഓഫീസിലെ ഒരു യൂണിഫോം സാധനം എന്ന് വേണമെങ്കിൽ പറയും. ഇതുകൊണ്ട് ഒരു ഷർട്ടും ഉണ്ട്. ഞാൻ എപ്പോഴും വീക്ക്ലി വൺസെങ്കിലും ഞാൻ ഈ സാധനം ഇടും. ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് എനിക്ക് ജീൻസിനെക്കാട്ടി കംഫർട്ടബിൾ ഇങ്ങനത്തെ ലിനൻ പാൻറ്റ്സ്. ബിക്കോസ് ജീൻസ് എനിക്ക് ഒന്നെങ്കിൽ നല്ല ടൈറ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ എനിക്ക് നല്ല ലൂസ് ആയിരിക്കും. ഇതാകുമ്പോൾ കറക്റ്റ് ഫിറ്റ് ആയിരിക്കും, ബട്ട് വെരി കംഫർട്ടബിൾ. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്ന ഇങ്ങനത്തെ സാധനങ്ങൾ ഇടാണ്. പിന്നെന്താ, ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ല നട്ടുച്ചയാണ്. സോ നമ്മൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങുമായിരിക്കും. ഇന്നലെ രാത്രി നമ്മൾ ഫ്രണ്ട്സിനൊക്കെ കാണാൻ പറ്റും. ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കാണാൻ പോയിട്ട് തിരിച്ചു വന്ന് കിടന്നപ്പോൾ ലേറ്റായി. രാവിലെ എണീച്ചു വന്നുകൊണ്ട് ഉറക്കം അത്ര സെറ്റായിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും വെയിലൊക്കെ ആറും. അപ്പോൾ പോയി ചായയൊക്കെ കുടിച്ച് ജസ്റ്റ് പുറത്തൊക്കെ പോകാൻ നോർത്തു. സോ അതൊക്കെയാണ് പരിപാടി. ബൈ.
സോ ഹായ് ഗൈസ്, ഞാൻ ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് ഇടുന്നത്. ഈ ബട്ടർഫ്ലൈ സാധനമൊക്കെ എൻ്റെ ഒരു വലിയ ഡ്രീമായിരുന്നു ചേട്ടൂർ. ഇപ്പോഴാണ് സാക്ഷാത്കരിച്ചത്. എൻ്റെ ഫിറ്റ് ചെക്ക് ആർക്ക് ആണെന്ന് കാണിച്ചേക്കാം. ഹരിശ്ചന്ദ്രൻ്റെ ഫിറ്റ് ചെക്ക് മാത്രം. ഓക്കെ, പറയാം എങ്ങനെയാണ്, എന്താണ് എൻ്റെ റൂം സെലക്ഷനെ പറ്റിയിട്ട്? അടിപൊളിയാണ് ഇത്. ആക്ച്വലി നമ്മൾ കുറെ വർക്കറിൽ നമുക്ക് നോക്കുമ്പോൾ ഡിസംബറിൽ നോക്കുമ്പോൾ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും അവൈലബിൾ അല്ല. അപ്പൊ അപ്പോ ഇങ്ങനെ തപ്പി പിടിച്ചിരുന്ന് കണ്ടുപിടിച്ച് നേരത്തെ ഇതിന് തൊട്ടപ്പുറമുള്ളതിൽ നമ്മളൊന്നും വന്നിട്ടുള്ള. അപ്പം ഇതിന്റെ വ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മുകളിലായിട്ട് വരും. ഇത് ഈ പ്രോപ്പർട്ടീസ് നല്ല നല്ല ഭയങ്കര എസ്തെറ്റിക് ആണ്. ഇതിന്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ ഒരു എന്താ ബൊഹോ തീം എന്നല്ലേ പറയുന്നത്? ബൊഹോ തീം. ഞാൻ എന്തൊക്കെ പഠിച്ചിരിക്കുന്നു. അപ്പം ഇത് മാത്രമല്ല, അപ്പുവാണ് എല്ലാ റൂമും കഷ്ടപ്പെട്ടിരുന്ന് കണ്ടുപിടിക്കുന്നത്. പോകാനുണ്ടെങ്കിൽ അപ്പുവിന്റെ അടുത്ത് ചോദിച്ചാൽ മതി. പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് അല്ലേ, എസ്പെഷ്യലി പ്രൈവറ്റ് ബീച്ചുള്ള പ്രോപ്പർട്ടീസ്. എനിക്കിങ്ങനെ റൂംസ് സെലക്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. ഹരിക്ക് എപ്പോഴും റൂം ഒരു സർപ്രൈസാണ്. ഇവിടെ വരുമ്പോഴാണ് ഹരി ഏത് റൂമിനാണ് ഹരി പേ ചെയ്തതെന്ന് ഹരി അറിയുന്നത്. സോ ഇനിയിപ്പം നമ്മുടെ പരിപാടി നമ്മൾ ബീച്ചിൽ പോവാന്നുള്ളതാണ്. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ കഫേ പോവായിരിക്കും. അതാണ് വേറൊരു പരിപാടി. പ്രത്യേകിച്ച് ഓർമ്മയില്ലല്ലോ. ഇത് സൗത്തിലാണ്. നമ്മൾ സൗത്ത് ഓഫ് വർക്കലയാണ്. ഭയങ്കര കാം ഏരിയ. നോർത്താണ് കുറച്ച് ഹാപ്പനിങ്, കുറേ പാർട്ടി അങ്ങനത്തെ സംഭവങ്ങളും കുറേ കഫേസ് ഒക്കെ ഉള്ളത് അവിടെ. ഇവിടുത്തെ കഫേസ് സർവ, ട്രിപ്പീസ് ലൈഫ് അതൊക്കെ ഇവിടെയാണ്. പക്ഷെ മറ്റേതൊക്കെ അപ്പുറയാന്ന് തോന്നുന്നു. ഡാർജിലിംഗ് കഫേ, കഫേ ഇറ്റാലിയാനോ അതൊക്കെ അപ്പുറയുള്ളത്. ഇപ്പൊ നമ്മള് ഇവിടുന്ന് കാർ എടുത്ത് പോയാൽ അവിടെ നല്ല പാടായിരിക്കും. കുറച്ച് ഇടുങ്ങിയ വഴികളാണ്, നാരോ റോഡ്സ്. അത് കാരണം അത് അവര് പറഞ്ഞു നമുക്ക് ഓട്ടോ അറേഞ്ച് ചെയ്ത് തരാം. പിന്നെ അപ്പുവിനെന്തോ ആൽക്കഹോളൊക്കെ കൺസ്യൂം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനൊന്ന് ക്യാമറ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിച്ചാൽ ഹരിശ്ചന്ദ്ര ഇവിടെ അട്ടപ്പട്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ കുറച്ച് ഇവിടെ പ്രൈവറ്റ് ബീച്ച് ഉണ്ട്. അപ്പം നമ്മൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ സൗത്ത് ക്ലിഫിൽ നിങ്ങൾ ഏത് എടുത്തിട്ടുണ്ടെങ്കിലും പ്രൈവറ്റ് ബീച്ച് കിട്ടും. സോ ഇറ്റ്സ് ടു ഗുഡ്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. ഈ ഔട്ട്സൈഡ് പ്രോപ്പർട്ടി വലിയ ഊഞ്ഞാലുണ്ട്. അത് ഈ പ്രോപ്പർട്ടി ഏറ്റവും വലിയ ഹൈലൈറ്റ്. പ്രോപ്പർട്ടി നോക്കുമ്പോഴൊക്കെ ആ വലിയ ഊഞ്ഞാൽ, മറ്റേ ഇങ്ങനെ ഫ്ലെയർ ഒക്കെ ഉള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഗേൾസ് ഇപ്പോഴും ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ കുറെ സേവ് ദ ഡേറ്റ് ഷൂട്ട്സ് ഒക്കെ നടക്കുന്നുണ്ട് തോന്നുന്നു. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കലാപരിപാടികൾ. ഓക്കെ, ബാക്കി നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് കാണിക്കും. ബൈ ബൈ. ചായ ഇഷ്ടപ്പെട്ടില്ലേ? ചായയോടെ ഒരു ദേഷ്യം പോലെ. നമ്മൾ ചായ കുടിക്കുക. സ്നാക്സ് വരാൻ സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു താഴെ പോയിട്ട് വരാം. നമ്മൾ സ്നാക്സും ടീയും കഴിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ സ്നാക്സ് ആവാൻ ഹാഫ് ആൻ അവർ എടുക്കും. അപ്പോഴത്തേക്കും സൺ പോകും. അപ്പോൾ എല്ലാ ദിവസവും ചീത്തയാ. ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആരും ശ്രദ്ധിക്കരുത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു താഴെ പോവാം, എന്നിട്ട് തിരിച്ച് കയറി വരുമ്പോൾ സ്നാക്സ് കഴിക്കാം. സോ നമ്മളിപ്പം ചായ കുടിച്ചു. പാല് കുറച്ച് കൂടുതലൊന്നും നമ്മുടെ അത്ര ഇല്ല. സോ നമുക്ക് ഈ സൗത്തിലുള്ള വില്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്കൊരു പ്രൈവറ്റ് ബീച്ച് എൻട്രി ഉണ്ടാവും. ഐ ഡോണ്ട് നോ ഇപ്പോൾ നോർത്തിലും ഉണ്ടാവും എന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മളെപ്പോഴും സൗത്തിലെ വരൽ, അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ കാര്യം അറിയുള്ളൂ. മേ ബി ഐ എം റോങ്, ഐ ഡോണ്ട് നോ. അപ്പോൾ ഇതേപോലെ അമ്മേ ഞാൻ ഇത് നോക്കി നടന്ന് സ്റ്റെപ്സ് വഴി പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്രൈവറ്റ് ബീച്ച് എൻട്രി കിട്ടും. ആൻഡ് സോ ഗുഡ്, നമുക്ക് നല്ല പ്രൈവസി ഉണ്ടാവും. അങ്ങനെ ആൻഡ് വി റീച്ച് ദ ബീച്ച്. So good.
സോ ഹായ് ഗെയ്സ്, ഞാൻ ഔട്ട്ഫിറ്റൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും എനിക്കിത് തന്നെയാണ് പണിയെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കിതൊക്കെ തന്നെ പണി. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഡാർജിലിംഗ് കഫേയിൽ പോകാൻ പോവാം. ഇനി അവിടെ ഭയങ്കര റഷായിരിക്കുമോ, വേറെ ഏതെങ്കിലും കഫേയിൽ പോകേണ്ടി വരുമോ എന്ന് അറിയത്തില്ല. വേറെ എവിടെയെങ്കിലും പോകേണ്ടി വന്നാൽ പോയായിരിക്കും. നമ്മൾ ഡാർജിലിംഗിൽ പോയിട്ടുള്ളതാണ്, അപ്പോൾ കുഴപ്പമില്ല. ദാറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. അപ്പോൾ നമ്മൾ ആക്ച്വലി ബീച്ചിൽ താഴെ പോയായിരുന്നു. പക്ഷെ അവിടെ വെച്ചിട്ട് ഐ ഡിഡ്ന്റ് ടേക്ക് മച്ച് വീഡിയോസ് ബിക്കോസ് ഒന്നാമത് ഇതിങ്ങനെ ഭയങ്കര ലോങ് ആയി പോകുന്ന എന്ന് വെച്ചാൽ കണ്ണൂരത്തെ വ്ളോഗ് ചെയ്തില്ലേ, അത് ചെയ്തപ്പം എനിക്ക് തോന്നി അത് ഭയങ്കര ഒരു സിനിമ പോലെ അങ്ങ് പോവാന്ന്. പക്ഷെ അത് കുറേ ഡേയ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് കട്ട് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. സോ ഞാൻ വെച്ചു എന്തെങ്കിലും ആവട്ടെ എന്ന്. അപ്പം ഞാൻ മൈൻഡിൽ വിചാരിച്ചു ഇതിങ്ങനെ ലോങ് ആയി പോകരുതെന്ന്. സോ ഇത് ഞാൻ ആവശ്യമുള്ളത് മാത്രമേ എടുത്തുള്ളൂ ബിക്കോസ് ഐ വോണ്ട് ടു മേക്ക് ഇറ്റ് ലെസ് ദാൻ 30 minutes എങ്ങനെയെങ്കിലും. അതുകൊണ്ട് ഞാൻ ബീച്ച് ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ, ബീച്ചിനകത്ത് ഇപ്പോൾ എന്താ എത്ര കാണിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചില്ല. ഓൾസോ നമ്മൾ താഴെ ഇറങ്ങി ചെന്ന് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് സൺസെറ്റ് ആയിരുന്നു. പിന്നെ വീഡിയോസ് അത്ര കിട്ടില്ലാത്തതുകൊണ്ട്, ഐ മീൻ വെട്ട അത്ര ഇല്ലാതിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ എടുത്തില്ല. ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് എണീച്ചു പോകുന്നു. എന്നിട്ട് നമ്മൾ ഇത്രയും നേരം വെറുതെ റൂമിലിരുന്ന് ചില്ല് ചെയ്യായിരുന്നു. സോ ഇപ്പം ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി. ദിസ് ഇസ് നത്തിങ്, ചുമ്മാ ഒരു ടോപ്പും ഒരു പാൻറ്റ്, യാ അതാണ്. പക്ഷെ ഗ്ലിറ്റർ ടൈപ്പാണ് ആക്ച്വലി പാൻറ്റും അത്. പക്ഷെ എൻ്റെ പാൻറ്റ് ഇവിടെ രണ്ട് പാൻറ്റ് കാണുന്നില്ല. ഇതിൻ്റെ തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് പാൻറ്റ്. രണ്ടിലും ഇതേപോലെ ഗ്ലിറ്റർ ഉണ്ട്. യാ, അപ്പോൾ അതൊക്കെയാണ് അപ്ഡേറ്റ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നമ്മൾ ലാസ്റ്റ് ടൈമൊക്കെ കാറിനാണ് പോയത്. അത് വേറെ സ്റ്റോറി കേട്ടോ, ഞാൻ പറയാം. അപ്പോൾ കാറിന് പോയിട്ടുണ്ടെങ്കിൽ ഐ ഹാവ് സോ മെനി ഫിറ്റ് ചെക്സ്. അപ്പോൾ കാറിന് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ട്രാപ്ഡ് ആവും അങ്ങോട്ടേക്ക്, നോർത്ത് ക്ലിഫ് ആയതുകൊണ്ട്. സോ നമ്മൾ വിചാരിച്ചു, ഇവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ദേ വിൽ അറേഞ്ച് എൻ ഓട്ടോ ഫോർ അസ് സോ ദാറ്റ് നമുക്കതിൽ പോവുകയും വരികയൊക്കെ ചെയ്യാമെന്ന്. അപ്പോൾ 9:30 ഓട്ടോ വരിക. ഇപ്പം എത്ര മണിയാടാ? അപ്പം ഞങ്ങൾ 9:15 ആകുമ്പോൾ താഴേക്ക് ചെല്ലണം. ഞങ്ങൾ ദേ പോകാൻ തുടങ്ങുകയാണ്. സോ ദാറ്റ് ഈസ് ദി അപ്ഡേറ്റ്. ഞാൻ ഹരിയെ കാണിച്ചു തരാം. ഹരി വാ, ഹരിൻ്റെ ഫിറ്റ് ചെക്ക് കാണിക്കണം. എല്ലായിടത്തും വന്നിട്ട് ഫിറ്റ് ചെക്ക് അല്ല കേട്ടോ, എന്തിനാണ്? നോ ഗൈസ്, യെസ് മോർ ദാൻ ഇനഫ് ഷർട്ട്സ്. ഇത് പുതിയ ഷർട്ടാണ്, ഇച്ചിരി മുന്നേ ഇട്ടിരുന്ന പുതിയ ഷർട്ടാണ്. എല്ലാം പുതിയത് തന്നെ. ആൾക്കാർ വിചാരിക്കും ഇതൊക്കെ ബ്ലാക്ക് ആയതുകൊണ്ട് പഴയ ബ്ലാക്കാന്നൊക്കെ വിചാരിക്കും, പക്ഷെ ഇത് പുതിയ ബ്ലാക്ക് ആണ്. പിന്നെ ഓക്കെ, സോ അതൊക്കെയാണ് അപ്ഡേറ്റ്. ബാക്കി നമുക്ക് ആക്ച്വലി ബൈ വർക്കല എന്നുള്ള സംഭവം തിരിച്ചു വന്നിട്ട് വീഡിയോ എടുക്കണം കേട്ടോ. തിരിച്ചു വന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുമോ? ഓക്കെ, സോ ബൈ 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 ബൈ. ഓക്കെ. So hi guys, good morning. Today is Sunday. The Sunday morning ആണ്. There you can see the beach. ഇതാണ് how the whole property looks like. സോ നമ്മളിതാ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഐ തിങ്ക് ലൈറ്റുള്ള റൂം തന്നെ അല്ല, ലൈറ്റുള്ള റൂം അല്ല തോന്നുന്നു. റൈറ്റ് സൈഡിൽ ടോപ്പ് ഫ്ലോറാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ആൻഡ് യു ക്യാൻ സീ സംബഡി ചില്ലിങ് ഹിയർ. അറിയണ പോലും ഇല്ല. അറിയുന്നുണ്ടായിരുന്നോ? ജീവിക്കുക. ഹായ് ഗൈസ് പറയ്. ഹലോ. എപ്പോഴും അങ്ങനെയൊക്കെ തന്നെ, റിലാക്സ്ഡ് മോഡെന്നൊക്കെ ലൈഫ്. ഞങ്ങളിന്ന് രാവിലെ എണീച്ചു. അത് വേണ്ടിയിരുന്നില്ല. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഞാനും ഇന്ന് രാവിലെ എണീച്ചു. സോ കഴിക്കാൻ പോവാം. ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ഉണ്ട് ഗൈസ്. സോ നമ്മൾ കഴിക്കാൻ പോവാം. ഇത് നല്ല വണ്ണം ഉള്ളവർക്കാണ് ഇതിൽ നന്നായിട്ട് ഇരിക്കാൻ പറ്റില്ല. നീയൊക്കെ ഇരുന്നപ്പോൾ സൈഡിലോട്ട് പോയി നിനക്ക് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. അതാണ് പറയണ വണ്ണം വേണമെന്ന്. ഊഞ്ഞാലാടാൻ. ഗൈസ്, ഈ പ്രോപ്പർട്ടിയിലാണ് നമ്മൾ താമസിക്കുന്നത്, ഓഷ്യാനോ ബൈ ട്രവേൽ.
സോ ഇതിലെ വൈറ്റ് ബിൽഡിങ്ങിൽ ടോപ്പ് ഫ്ലോറിലാണ് നമ്മളുള്ളത്. ഈ ഒരു സാധനം ഇവരുടെ ഹൈലൈറ്റ് ആണെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ. യാ ബാ നീ ഈ സാധനമല്ല, ഈ സാധനം. സോ ഹായ് ഗൈസ്, ഇന്നിപ്പോൾ സൺഡേ ആണ്, സൺഡേ മോർണിംഗ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വീഡിയോ ഞാൻ എടുത്ത് നിർത്തിയത് ഞാൻ കെഫെ പോവാന്നൊക്കെ പറഞ്ഞിട്ടല്ലായിരുന്നു. കെഫെ പോയി നമ്മൾ ഡാർജിലിംഗ് തന്നെ പോയിട്ടോ. നമുക്ക് സീറ്റ് കിട്ടി. ലൈക്ക് ഭയങ്കര ക്രൗഡ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം നമ്മൾ വന്നപ്പോൾ ഒന്നും ഒട്ടും ക്രൗഡില്ലായിരുന്നു. ലൈക്ക് വി കുഡ് സിറ്റ് എനി വെയർ, അത്രയും സീറ്റ്സ് ഉണ്ടായിരുന്നു. ബട്ട് ദിസ് ടൈം ലക്കിലി നമുക്ക് നല്ല സീറ്റാണ് കിട്ടിയത്, ബട്ട് ഭയങ്കര കുറവായിരുന്നു. ആൻഡ് ഓൾസോ അവിടെ മ്യൂസീഷ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ലൈക്ക് ഭയങ്കര വൈബായിരുന്നു. ലൈക്ക് ദേ വെർ പ്ലേയിങ് ഓൾ ദിസ് ഓൾഡ് ഹിന്ദി സോങ്സ് ഒക്കെ, നമ്മുടെ വോലംഹയൊക്കെ ആയിരുന്നു. അപ്പം ആ ഒരു ഈവൻ ദോ ഇറ്റ് വാസ് റിയലി ക്രൗഡ് ഭയങ്കര നല്ലതായിരുന്നു. അപ്പോൾ ഭയങ്കര വൈബായിരുന്നു. അവിടുന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആ മ്യൂസിക് അവർ പ്ലേ ചെയ്യുന്ന മാത്രമേ ഞാൻ വീഡിയോ എടുത്തുള്ളൂ. ആൻഡ് ദെൻ ഐ കുഡൻ ടേക്ക് എനി വീഡിയോ. ഞാൻ പിന്നെ വീഡിയോസൊന്നും എടുത്തില്ല. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചെത്തിയപ്പം ഐ തിങ്ക് ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആണെന്ന് തോന്നുന്നു തിരിച്ചെത്തി. ഐ ഡോണ്ട് റിമെമ്പർ. നമ്മൾ അങ്ങോട്ടേക്ക് ഓട്ടോയിലാട്ടോ പോയത്. സോ വൺ തിങ് ഐ ഹാവ് ടു സജസ്റ്റ് us, നമ്മൾ ഇപ്പോൾ വർക്കല വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കഫേസിലൊക്കെ പോകാമെന്ന് വെച്ചോ, ലൈക്ക് ദിസ് ഇറ്റാലിയാനോ അല്ലെങ്കിൽ ഡാർജിലിംഗ്, ആ കഫേയിലൊക്കെ പോവുകയാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു ടേക്ക് യുവർ കാർ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര റഷായിരിക്കും അങ്ങോട്ടേക്ക്. ആൻഡ് ഓൾസോ ഭയങ്കര ചെറിയ വഴിയാണ്. നമ്മൾ ലാസ്റ്റ് 2 തവണ നമ്മൾ കാർ കൊണ്ട് പോയായിരുന്നു. ആൻഡ് അത് ഭയങ്കര പാട് വിട്ടു. ഫസ്റ്റ് ടൈമും നല്ല പാടായിരുന്നു, രണ്ടാമത്തെ തവണയും നല്ല പാട് വിട്ടു. അന്ന് നമുക്ക് ആക്ച്വലി അറിയില്ലായിരുന്നു കാറ് കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ പണി കിട്ടുമെന്ന്. ഫസ്റ്റ് ടൈം നമ്മൾ വിചാരിച്ചു നമ്മൾ വഴി തെറ്റി പോയോണ്ടായിരിക്കും നമ്മൾ അത്ര കഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു നമ്മൾ രണ്ടാമത്തെ തവണ കറക്റ്റ് വഴി കൂടെ പോയി. പക്ഷേ കറക്റ്റ് വഴിയാണെങ്കിൽ കൂടിയും ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട്. ഭയങ്കര കൺജസ്റ്റഡ് ആവും. ലൈക്ക് കുഞ്ഞ് പോക്കറ്റ് റോഡ്സ് ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ടേക്ക് വണ്ടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് എന്താ പറയുന്നത്, ഭയങ്കര ഒരു മെസ്സാവും അത്. സോ ഇഫ് യു ആർ പ്ലാനിങ് ടു കം ടു വർക്കല ആൻഡ് വിസിറ്റ് ദിസ് കഫേസ്, പ്ലീസ് ഡോണ്ട് ടേക്ക് യുവർ ഓൺ കാർ. ഇറ്റ്സ് ബെറ്റർ നമ്മൾ ചിലപ്പോൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് പറഞ്ഞാൽ ദേ ക്യാൻ അറേഞ്ച് എ വെഹിക്കിൾ ഫോർ us, അല്ലെങ്കിൽ ഊബർ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഇവിടെ ഊബർ ഉണ്ടെന്നാട്ടോ എനിക്ക് തോന്നുന്നത്. സോ നമ്മളിപ്പം ഇവിടെ നിന്ന് തന്നെ പറഞ്ഞിട്ട് നമ്മൾ ഓട്ടോയിലാണ് പോയത്. അപ്പം തിരിച്ച് വരാൻ നേരം ഇവിടെ തന്നെ വിളിച്ച് പറഞ്ഞ് ഒരു ഓട്ടോ ചേട്ടനെ വിളിച്ച് നമ്മുടെ കയ്യിൽ കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. പുള്ളി വന്ന് നമ്മൾ പിക്ക് ചെയ്ത് ഇങ്ങ് വന്നു. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ദെൻ ഐ സ്ലെപ്റ്റ് ഓഫ്. ഓക്കെ. പിന്നെ ഇന്ന് ഞാൻ രാവിലെ എണീച്ചു എനിക്ക് കുളിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യം വന്നു. സോ ഞാൻ രാവിലെ എണീച്ചു കുളിച്ചു. സോ നൗ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഒരു 9:30 ആയിട്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ രാവിലെ എണീച്ചു, കുളിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതൊക്കെയാണ് ഇപ്പോൾ ഇത്രയും നേരം എണീച്ചിട്ട് ചെയ്ത പരിപാടികൾ. കം സിറ്റ്. Hey guys. Yeah. ഇരിക്കും. ഓക്കെ. സോ ഇന്നലത്തെ ഞാൻ മറ്റേ സംഭവം പറയാൻ വന്നത്, ഞങ്ങളുണ്ടല്ലോ താഴെ കഫേയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഐ മീൻ കഫേയിലല്ല, കഫേ പോകാൻ വേണ്ടി ഓട്ടോ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കാറ് പുറത്തുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ വിചാരിച്ചു അവർ വെറുതെ അവിടെ നിൽക്കുന്നതായിരിക്കും എന്ന് വെച്ചാൽ ദിസ് ഗേൾ കെയിം ഔട്ട് ആ കാറിൽ നിന്ന്. പുള്ളിക്കാരൻ്റെ പേര് ദേവിക എന്നായിരുന്നു പേര്. അപ്പോൾ ഷീ ജസ്റ്റ് കെയിം ടു അസ് ആൻഡ് ടോക്ക്. പുള്ളിക്കാരി എന്നെ ഇൻസ്റ്റേ ഫോളോ ചെയ്യുന്നുണ്ട്, അപ്പോൾ എന്നെ അറിയാം എന്നൊക്കെ പറഞ്ഞു. ആൻഡ് ഐ ഫീൽ സോ ഗുഡ് ഇങ്ങനെ ആരെങ്കിലും വന്ന് സംസാരിക്കുന്നു. കൊച്ചിയിലൊക്കെ ആകുമ്പം നമ്മൾ കൊച്ചിയിൽ തന്നെ ബേസ്ഡ് ആയിട്ട് ലൊക്കേഷൻ വൈസ് വീഡിയോസ് പോകുമായിരിക്കുമല്ലോ. അതുകൊണ്ട് കൊച്ചിയിൽ എൻ്റെ അടുത്ത് അങ്ങനെ കുറച്ച് പേര് വന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഐ ഫെൽ സോ ഹാപ്പി. വെയിറ്റ് ചെയ്ത് നമ്മൾ കാറ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല ചിലപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനാണോ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് നോക്കുന്നുണ്ടായിരുന്നു, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമ്മൾ പറയാം എന്നുള്ള രീതിയിൽ. പിന്നീട് ആ കുട്ടി ഇറങ്ങി വന്നു. അപ്പോൾ ഞാൻ നേരിട്ട് അപ്പുവിനെ നോക്കി തന്നെ വന്നു. എന്നിട്ട് പറഞ്ഞു അപ്പുവിന്റെ ബ്രൈഡൽ ഷവർ ആയിരുന്നു ഇവിടെ. Yeah, congrats Devika. So thank you so much. If you are watching this, thank you so much. എനിക്ക് ഭയങ്കര സന്തോഷം. ലൈക്ക് നമുക്ക് രണ്ടാൾക്കും ഭയങ്കര സന്തോഷമായി. അതൊക്കെ ആ ഒരു നമ്മളിപ്പോ അവളിപ്പോ അങ്ങനെ കോണ്ടന്റ് ഇടുന്ന പോലും ഇല്ല. അപ്പം അപ്പൊ ഞാനും പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കോണ്ടന്റ് ഒക്കെ ഇട്ട്. ചിലർക്ക് നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാന്. കുറെ പേര് പറയുന്നത് എനിക്കും ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനെ വന്ന് പറയുമ്പോൾ അതൊരു മോട്ടിവേഷൻ ഒക്കെ ആയിരിക്കും നമുക്ക്. പക്ഷെ നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കോണ്ടന്റ് ഇടുമ്പം ഞാൻ അങ്ങനെ നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ ഇറ്റ്സ് റീച്ചിങ് അത്രയും ഒരു ഓഡിയൻസിനെ ഒന്നും. അപ്പം ഐ ജസ്റ്റ് ആസ്ക്ഡ് വേർ ഷീസ് ഫ്രം. അപ്പോൾ കൊല്ലത്തുനിന്നാന്ന് പറഞ്ഞു.
അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ അടുത്ത് അങ്ങനെ ഒരാൾ പറയുമ്പോൾ കൊച്ചിയിൽ വെച്ച് പറയുന്നതിനേക്കാൾ നമ്മൾ കുറച്ചും കൂടി എന്നുള്ളൊരു സാധനം നമുക്ക് വരും. സോ ഐ ഫെൽ റിയലി ഗുഡ്. സോ താങ്ക് യു ദേവിക. പിന്നെന്താ, ഇന്നിനിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ലഞ്ച് കഴിക്കാൻ ഏതെങ്കിലും ഒരു കഫേയിൽ പോവും. പിന്നെ ഇവിടെ ട്രിപ്പീസ് ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു കഫേ ഉണ്ട്. സോ നമ്മൾ എപ്പോൾ വന്നാലും അവിടെ പോകാറുണ്ട്. ഇവിടുന്ന് കുറച്ച് നടന്നാൽ മതി കേട്ടോ. റൈറ്റിലോട്ട് ഇച്ചിരി നടക്കുമ്പോൾ തന്നെ എത്തും. അപ്പോൾ അവിടെ ഈവനിങ് പോവാം എന്നാണ് നമ്മുടെ പ്ലാൻ. ഇതൊക്കെ പിന്നെന്താ, സോ ഡു യു വോണ്ട് ടു ടെൽ ദം നമ്മൾ എന്തുകൊണ്ടാണ് വർക്കല തന്നെ എപ്പോഴും വരുന്നത്? വർക്കല എന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് വന്നൊരു സ്ഥലം. അപ്പം നമുക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ഏത് ടൈം ഒരു കുറച്ച് സമയം നമ്മൾ 1-2 ഓഫൊക്കെ കിട്ടിയാൽ നമ്മൾ വർക്കല പോയാലും എപ്പോഴും പറയും. എന്നാലും കഴിഞ്ഞ വർഷം നമുക്ക് വരാൻ പറ്റിയില്ല. കഴിഞ്ഞ വർഷം വന്നില്ല. സോ മെനി ബ്യൂട്ടിഫുൾ മെമ്മറീസ് നമുക്ക് വർക്കലയിലുണ്ട്. ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് ആക്ച്വലി. എന്നുവെച്ചാൽ ബീച്ച് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും അധികം ഒന്നും ഇപ്പോൾ കുറച്ച് ക്രൗഡഡ് ആയി. എന്നാലും ഇവിടെ ഉള്ള ഈ ഇത് സദേൺ പാട്ടല്ലേ, സൗത്ത് ക്ലിഫിൽ അത്ര ക്രൗഡഡ് ഒന്നും അല്ല. നോർത്തിലോട്ട് പോകുമ്പോഴാണ് കുറച്ച് ക്രൗഡഡ്. എന്നാലും ഇപ്പോഴും വർക്കല തന്നെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സോ അതാണ് ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം നമ്മളൊരു സ്ഥലത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഇഫ് നമുക്ക് അവിടുത്തെ മെമ്മറീസ് മൊത്തം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് നമുക്ക് അങ്ങോട്ടേക്ക് വീണ്ടും വീണ്ടും വരണം എന്നൊരു ആഗ്രഹം വരുമല്ലോ. വർക്കല ഈസ് ദാറ്റ് പ്ലേസ് ഫോർ മീ, ഫോർ അസ്. നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ മെമ്മറീസാണ്. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് വന്നത് ഇവിടെയായിരുന്നു. പിന്നെ വന്നിട്ട് എപ്പോഴും ലൈക്ക് ദിസ് പ്ലേസ് ഹസ് ഓൾവേസ് ബീൻ സോ കൈൻഡ് ടു അസ്, സോ ഗുഡ് ടു അസ്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബീച്ച് ഡെഫിനറ്റ്ലി ഞാനിങ്ങനെ ഇവനോട് പറയായിരുന്നു സെറ്റിലാവാൻ ഇവിടെയൊക്കെ പറ്റുമായിരുന്നു. ലൈക്ക് സോ ഗുഡ്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഒക്കെ വീട്ടിലൊക്കെ ആണെങ്കിൽ എനിക്ക് അങ്ങനെ രാവിലെ എണീക്കാണെന്ന് ഞാൻ ഇവനോട് ചോദിക്കും, രാവിലെ ഇടിച്ചിട്ട് എന്തിനും കുറച്ച് നേരം കൂടെ ചുമ്മാ ഇരിക്കാമോ എന്ന് ഞാൻ ചോദിക്കും. പക്ഷേ ഇവിടെ ചുമ്മാ ഇരിക്കുന്നതും സോ ഗുഡാണ്, ഭയങ്കര അടിപൊളിയാണ്. ലൈക്ക് എണീക്കുമ്പോഴേ ബീച്ചും ഭയങ്കര സോ ഗുഡ്. അപ്പോൾ ഇഫ് യു ഗൈസ് ഇങ്ങോട്ട് ഇതുവരെ വന്നിട്ടില്ലാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ definitely plan a visit to Varkala because this place will never disappoint you. Okay? പിന്നൊന്നുമില്ല. നമ്മളിനി എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വന്ന് കാണിക്കാം. ഓക്കെ, ബൈ ബൈ. സോ ഹായ് ഗൈസ്, നമ്മൾ ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങി. ഭയങ്കര ക്ഷീണം പോലെ വരുമായിരുന്നു, ഐ മീൻ ഉറക്കം വരുമായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടുപേരും നന്നായിട്ട് കിടന്ന് ഉറങ്ങി. ഇത് എണീച്ചിട്ടേ ഉള്ളൂ. ആൻഡ് നൗ ഇറ്റ്സ് അറൗണ്ട് ഉച്ചയ്ക്ക് 1 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ലഞ്ചിന് ഇവിടെ അടുത്തൊരു കഫേ ഉണ്ട്, കഫേ സർവ ഐ തിങ്ക് അങ്ങനെ തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടില്ല. സോ നമ്മൾ വിചാരിച്ചു അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന്. സോ അതിന് വേണ്ടിയിട്ട് ഐ ഗോട്ട് റെഡി. പിന്നെ എൻ്റെ ഡ്രസ്സിൻ്റെ ലിങ്ക് ഇപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ ആരെങ്കിലും ചോദിച്ചാൽ ഐ ജനറലി ഡോണ്ട് റിപ്ലൈ ബിക്കോസ് എനിക്ക് ലിങ്ക് ഒന്നും കൊടുക്കാൻ ഉണ്ടാവില്ല. എൻ്റെ എല്ലാ ഡ്രസ്സും തന്നെ ലൈക്ക് മോസ്റ്റ് ഓഫ് ദം ഓൺലൈൻ അല്ലായിരിക്കും, ഞാൻ തന്നെ പോയി വാങ്ങുന്നതാണ്. ബിക്കോസ് എനിക്കല്ലെങ്കിൽ സൈസ് കറക്റ്റ് ആവില്ല. ഒന്നെങ്കിൽ എക്സ്ട്രാ സ്മോൾ അല്ലെങ്കിൽ സ്മോളാണ് എൻ്റെ സൈസ്. അപ്പോൾ അത് ഇട്ട് നോക്കിയാലും എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓൺലൈനൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്ത് അത് വന്നു കഴിയുമ്പോൾ സൈസ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. പിന്നെ അത് റിട്ടേൺ അടിച്ച് പിന്നെ തിരിച്ചു വന്ന് അല്ലെങ്കിൽ റീഫണ്ട് ആക്കി. അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് പോകാറില്ല. പിന്നെ ഓൾസോ എനിക്ക് ഞാൻ തന്നെ പോയി പർച്ചേസ് ചെയ്യുന്നതാണ് ഇഷ്ടം. കളറും എല്ലാം എനിക്ക് സ്യൂട്ട് ആവുമെന്നൊക്കെ നോക്കിയിട്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഡ്രസ്സിൻ്റെ ഒന്നും ലിങ്ക്സ് ഇടാറില്ലാത്തത്. സോ അതൊക്കെയാണ് അപ്ഡേറ്റ്സ്. സോ ഇനി കഫേ സർവേ പോയിട്ട് ഷോ വാട്ട് ഈസ് ദാറ്റ്. സോ നമ്മൾ കഫേ സർവ വന്നു. ഇതിൻ്റെ അടുത്ത് ഇവരുടെ തന്നെ ഓർമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ട് റിലേറ്റഡ് ഷോപ്പുണ്ട്. സോ ഐ ആം ഹിയർ റൈറ്റ് നൗ ആൻഡ് ഓൾ ദ പീസസ് ആർ സോ ബ്യൂട്ടിഫുൾ. സോ നിങ്ങൾ കഫേ സർവ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെയും കൂടി വന്ന് നോക്ക്. സോ ഗുഡ്. നമ്മളിപ്പം സർവ പോയിട്ട് വന്നു. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് 10 on 10. ഭയങ്കര എന്താ പറയുന്നത്, ഓൾറെഡി നല്ല വൈബായിരുന്നു. പിന്നെ ഓൾസോ അവരുടെ സർവീസും ഭയങ്കര
നൈസായിരുന്നു. ബിക്കോസ് അത് നല്ല ക്രൗഡഡ് ആണ്. ബിക്കോസ് ഇറ്റ്സ് ഒബ്വിയസ്ലി ഗുഡ് പ്ലേസ്. സോ ഒത്തിരി ആൾക്കാർ പോവും. അപ്പോൾ ദേ ഹാവ് ദിസ് ഒരു ക്യൂയിങ് സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ ഇറ്റ്സ് ലൈക്ക് റിയലി ഡിഫിക്കൾട്ട്. നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യണമല്ലോ. പക്ഷെ നമുക്ക് എപ്പോൾ ആവുമെന്ന് അറിയത്തില്ല. യു ജസ്റ്റ് ഹാവ് ടു ഗോ ടു ദ റിസപ്ഷൻ ആൻഡ് കണ്ടിന്യൂസ്ലി ആസ്ക് ദം നമ്മുടെ ആയോ എന്നും. പക്ഷേ ദിസ് ഇസ് ലൈക്ക് അവർക്ക് ഒരു വാട്സപ്പ് ലിങ്ക് ഉണ്ട്. സോ നമുക്കറിയാൻ പറ്റും നെക്സ്റ്റ് നമ്മുടെ ആവുമ്പം ആയോ എന്നൊക്കെ നമ്മുടെ നമ്പറിലേക്ക് തന്നെ വരും. സോ മെയിൻ വെയിൽ നമുക്ക് എന്ത് വേണേൽ ചെയ്യാം. ആൻഡ് ഓൾസോ ആംബിയൻസ് ഭയങ്കര നല്ലതായിരുന്നു. ലക്കിലി നമുക്ക് ബീച്ച് സൈഡിൽ തന്നെ കിട്ടി. പിന്നെ എന്താ ഫുഡും ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാനങ്ങനെ ഭയങ്കര ഫുഡ് പേഴ്സൺ അല്ല. പക്ഷേ സോ ഇഫ് ഐ എം സെയിങ് ദാറ്റ് ഫുഡ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് ഗുഡ്. ഭയങ്കര അടിപൊളി ഫുഡായിരുന്നു. എന്താ ഞാൻ കഴിച്ചത്? ക്വെസിഡില്ല, അങ്ങനെയാന്ന് തോന്നുന്നു. ക്യൂസിഡില്ല. ഐ ഡോണ്ട് നോ ഇഫ് ഐ ആം പ്രൊനൗൺസിങ് ഇറ്റ് കറക്റ്റ്. ഒരു മെക്സിക്കൻ ഡിഷായിരുന്നു. ഇറ്റ്സ് സോ ഗുഡ്. നല്ല സോസും എല്ലാം നല്ലതായിരുന്നു. പിന്നെ അവരുടെ സൈഡിൽ തന്നെ അവരുടെ തന്നെ സ്റ്റോഴ്സ് ഉണ്ട്. ഈ ആൻറ്റിക് ആർട്ട് പീസസ് ഒക്കെ ഉള്ള സ്റ്റോറും പിന്നെ ഒരു ക്ലോത്ത് ജ്വല്ലറി പീസസ് ഒക്കെ ഉള്ള. സോ എനിക്ക് കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഈ നാച്ചുറൽ സ്റ്റോൺസിൻ്റെ എന്തെങ്കിലും വാങ്ങണം. സോ ഐ ജസ്റ്റ് ഗോട്ട് ദീസ് ടു. കാണുന്നുണ്ട്. ഇത് രണ്ടും. ദിസ് ഇസ് മൂൺ സ്റ്റോൺ ആൻഡ് ദിസ് ഇസ് ടർക്കോയ്സ്. അങ്ങനെ. അപ്പോൾ രണ്ടും ബേസിക്കലി ഹീലിംഗ് തന്നെ. അപ്പോൾ ഇത് ഞാൻ വാങ്ങി ആൻഡ് ഇറ്റ്സ് ടു ഗുഡ്. ഭയങ്കര രസമുണ്ട്. പിന്നെന്തായിരുന്നു പറയാനില്ല. ഓക്കെ, ഹരിക്ക് ഞാൻ സ്പെഷ്യൽ താങ്ക്സ് എനിക്ക് പറയണം. ബിക്കോസ് ഞങ്ങൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഇറ്റ് ഈസ് ഹരി. ഇപ്പം ഞാൻ മാത്രമല്ല കേട്ടോ, ഐ തിങ്ക് ഇത് കാണുന്ന നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അറിയായിരിക്കും. എപ്പോഴും ഹരിയാണ് നമുക്ക് റെസ്റ്റോറൻറ്റ്സ് എല്ലാം ചൂസ് ചെയ്യുന്ന പേഴ്സൺ. ഈസ് ഓൾവേസ് എപ്പോഴും അടിപൊളിയായിരിക്കും. ഇവൻ ഭയങ്കര ഫുഡി ആയതുകൊണ്ട് എവിടെ നിന്നെങ്കിലുമൊക്കെ റിസർച്ച് ചെയ്തത് കണ്ടുപിടിക്കും. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ഈ റിസർച്ച് ചെയ്ത് തപ്പി എന്താ നല്ലത് അങ്ങനെ നോക്കാൻ എനിക്കിഷ്ടമല്ല. ലൈക്ക് ഇഫ് സംബഡി ടെൽസ് മീ ദാറ്റ് വി ക്യാൻ ഗോ ദർ, ഐ വിൽ ഗോ ദർ. അല്ലാണ്ട് ഞാനായിട്ട് കണ്ടുപിടിച്ച് അതൊന്നും എനിക്കിഷ്ടമല്ല. ഭയങ്കര മടിയാണ്. അപ്പം ഹരി ഉള്ളതുകൊണ്ട് എനിക്കത് ഭയങ്കര സുഖമാണ്. എപ്പോഴും ഹി വിൽ ജസ്റ്റ് ഫൈൻഡ് ദ റൈറ്റ് പ്ലേസ് ഫോർ യു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കൂടെ പോയാൽ മതി. അപ്പോൾ ഇതും ഹരി വാസ് എ 10 on 10. സോ ഞാൻ ആ റിങ്സ് ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. ബിക്കോസ് എനിക്കൊന്നും മുന്നേ അത് ഫോക്കസ് ആയില്ലായിരുന്നു. ബിക്കോസ് ഞാൻ സിനിമാറ്റിക്കിലല്ല ഇട്ടിരുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് റിങ്. ഇതാണ് ഫസ്റ്റ് റിങ്. ഇത് ടർക്കോയ്സ്. ദെൻ പിന്നെ ഉള്ളത് ദിസ് വൺ. ഇത് മൂൺ സ്റ്റോൺ. എന്താടാ ഫോക്കസ് ആവും. കണ്ടല്ലോ, ഇതാണ് സംഭവം. അപ്പോൾ എനിക്ക് റിങ്സ് ഭയങ്കര ഇഷ്ടമല്ലേ. ഞാനങ്ങനെ അധികം എന്താ പറയുന്നത് ജ്വല്ലറി ഇടുന്ന ഒരു പേഴ്സൺ അല്ല. അത്ര അങ്ങനെ ജ്വല്ലറി ഫാൻ അല്ല. ലൈക്ക് അങ്ങനെയൊക്കെ ഡ്രസ്സപ്പ് ചെയ്ത് പോകുന്ന ഒരു ടൈമാണെങ്കിൽ യെസ് എനിക്കിഷ്ടമാണ്. പക്ഷേ ജനറലി എനിക്കിങ്ങനെ ഭയങ്കര ബിഗ് ഇയറിങ്സ് ഒന്നും എനിക്ക് ചേരാത്ത പോലെ തോന്നും. സോ ഇതൊക്കെ ഞാൻ എപ്പോൾ ഇട്ടാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അത് അങ്ങനെ തന്നെ. പിന്നെ ഇതൊക്കെ ഊരി എല്ലാം എടുത്തൊക്കെ വരാനും ടൈം എടുക്കും. ബട്ട് റിങ്സ് ആർ സംതിങ് ദാറ്റ് ഐ റിയലി ലവ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ നമ്മുടെ എന്താ പറയുന്നത് കയ്യിലിടുന്ന ബാൻഡ് പോലെയും കിട്ടാറുണ്ടല്ലോ. ഇതെനിക്ക് അത്ര കറക്റ്റ് സൈസൊന്നും അല്ല. പിന്നെ റിങ്ങിൻ്റെ സൈസൊക്കെ തപ്പി നടക്കൂല. ഇപ്പോൾ എൻ്റെ എൻഗേജ്മെൻറ്റ് റിങ്ങും ആക്ച്വലി എൻ്റെ സൈസില്ലായിരുന്നു. അത് പണിയിക്കുകയാണ് ചെയ്ത്. ഇത് അത് പറഞ്ഞപ്പോൾ ഇതോട് പറയട്ടെ, എനിക്ക് എൻ്റെ എൻഗേജ്മെൻറ്റ് റിങ് ഒട്ടും ഇഷ്ടമില്ല. ഹരിശ്ചന്ദ്ര, ഇറ്റ്സ് ബിക്കോസ് ഞങ്ങൾക്ക് ഭയങ്കര അബദ്ധം പറ്റിയൊരു സാധനമാണ് എൻഗേജ്മെൻറ്റ് റിങ്. ഇറ്റ്സ് ലൈക്ക് വെരി ഓർഡിനറി. എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്യാണം കൊറോണേൻ്റെ ടൈമിലായിരുന്നു. അപ്പം എല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്തെങ്കിൽ ഇതിനെ പറ്റിയിട്ട് വലിയ ധാരണയില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എൻ്റെ കയ്യിലൊരു ഡിസൈനൊക്കെ ഉണ്ട്, അതുകൊണ്ട് കാണിക്കാം. അപ്പോൾ അതങ്ങ് ചെയ്ത് തരുമല്ലോ എന്ന് ഓർത്തു. പക്ഷേ എങ്കിൽ കൊറോണേൻ്റെ ടൈമായിട്ട് വർക്കേഴ്സൊക്കെ ആ ടൈമിൽ ലീവും അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഡിലേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന് ഈ സാധനം ഡിസൈൻ കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു 10 days എന്തോ മുന്നേ. അപ്പോൾ അവർ പറഞ്ഞു ഈ ഒരു ടൈം ഫ്രെയിമിൽ പറ്റൂല, നിങ്ങൾ മുന്നേ ഒരു 1 month ഒക്കെ മുന്നേ വരണമായിരുന്നു. കൊറോണ ടൈം ആയതുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ ചെയ്തു തന്നേനെ അങ്ങനെ. അപ്പോൾ അവിടെ ഉള്ള എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞു. സോ ഐ ഗോട്ട് ദിസ്. ഈ സെയിം തന്നെയാണ് ഹരിക്കും. റെഗുലർ വൺ ഹരിന്ന് എഴുതിയിട്ടുണ്ട്, ഉള്ളിൽ ഡേറ്റ് ഉണ്ട്. ഞാൻ എപ്പോഴും ഹരിയോട് പറയുന്ന കാര്യമാണ് എനിക്ക് എൻ്റെ എൻഗേജ്മെൻറ്റ് റിങ് ഇഷ്ടമല്ല. ബിക്കോസ് എനിക്ക് റിങ്സ് ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. പിന്നെ എനിക്ക് ഇത്രയും ബിഗും ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര തിൻ സാധനങ്ങളാണ് ഇഷ്ടം. ഈ ഒരു ടൈപ്പൊക്കെ ഇഷ്ടം. ഭയങ്കര തിൻ ബാൻഡാണ് ഇഷ്ടം. ഇത് അവിടെയുള്ള സാധനമല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൂടി പറയാം. സോ
സോ ഞാനിപ്പോൾ ദാ ട്രിപ്പീസ് ലൈഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. സോ ദിസ് ഈസ് ലൈക്ക് മൈ ഔട്ട്ഫിറ്റ്. ഇതായിരിക്കും കേട്ടോ ലാസ്റ്റ് ഔട്ട്ഫിറ്റ് ഇൻ ദിസ് ട്രിപ്പ്. ഇനിയിപ്പോൾ നാളെ പോകുമ്പോൾ റെഗുലർ വേണമായിരിക്കും. ആൻഡ് ഐ സെർവ്ഡ് ദ ബെസ്റ്റ് ഫോർ ദ ലാസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സ്. ലൈക്ക് ദ ഫിറ്റ് ഈസ് ഫിറ്റിംഗ് എന്ന് പറയുന്ന പോലത്തെ ഒരു ഡ്രസ്സാണിത്. ആൻഡ് ഓൾസോ ദ കളർ ഈസ് സോ ലവ്ലി. ഞാൻ എന്താ ഈ ഇവിടെ ഇത്രയും മിററുള്ളപ്പം ഈ ബാത്റൂം ഗ്ലാസ്സിൽ നിന്ന് എടുക്കുന്നതെന്ന് വെച്ചാൽ ഉള്ളിൽ സംഭവം ഇരുട്ടാണ്, വെട്ട കിട്ടാറ്, അപ്പം ഭയങ്കര ഡള്ളായിട്ടിരിക്കണം. ദാറ്റ്സ് വൈ ഐ എം ഡൂയിങ് ദ ഫിറ്റ് ചെക്ക് ഫ്രം ദിസ് മിറർ. സോ യാ, ഞാൻ ഇനി അവിടെ പോയിട്ട് അവിടെ നിന്നുള്ള വ്യൂ കാണിക്കാം. So guys, we are on the way to Cafe Trippies Life. This is the place I was telling you about. Guys, this is the view I was talking about. നമ്മൾ റിസർവ് ചെയ്തുകൊണ്ട് നമുക്ക് അടിപൊളി ടേബിൾ കിട്ടി. സോ ഹായ് ഗൈസ്, നമ്മൾ ട്രിപ്പീസ് ലൈഫിൽ പോയിട്ട് വന്നു. അപ്പോൾ നല്ല ഫുഡായിരുന്നു കേട്ടോ. ലൈക്ക് എല്ലാം അടിപൊളിയായിരുന്നു. നമ്മൾ റിസർവ് ചെയ്തിട്ടാണ് പോയത്. റിസർവ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ അവരെ കോണ്ടാക്ട് ചെയ്യുകയല്ലേ ചെയ്തത്. അപ്പോൾ എനിക്കിവനെ കാണുമ്പോൾ ചിരി വരും, എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ റിസർവ് ചെയ്തിട്ട് പോയതുകൊണ്ട് നന്നായി. നമ്മൾ മുന്നേ പോയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ ഉണ്ടല്ലോ ഏത് ടേബിളായിരിക്കും നല്ലതെന്നൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കി പോയതുകൊണ്ട് നമുക്ക് നല്ല സീറ്റ് കിട്ടി. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡൂ ദ റിസർവേഷൻ. ബിക്കോസ് അവിടെ ഒന്നും വന്ന് ആരും എണീച്ച് പോകത്തില്ല, അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കും പാതിരാത്രി വരെ. നമ്മൾ എന്നുവെച്ചാൽ റിസർവ് ചെയ്തവരാരും പിന്നെ അവിടുന്ന് സൺസെറ്റും രാത്രിയിലെ ലൈറ്റ്സും ഒന്നും കഴിയാണ്ട് എണീറ്റ് പോകില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവരിപ്പോൾ പോകുന്നൊക്കെ ഓർത്തിരുന്നാലും നടക്കൂല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വരണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡൂ ദ റിസർവേഷൻ, ഓക്കെ. പിന്നെ എന്താ, ഭയങ്കര നല്ല സർവീസ് ആയിരുന്നു. പിന്നെ കാണാൻ തന്നെ ഭയങ്കര വൈബാണ് അവിടെ. ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഒത്തിരി വീഡിയോസ് എടുത്തോന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് പറ്റുന്നത്രേ. പിന്നെന്താ, കുറേ ഫ്ലവേഴ്സ്, ഈവൻ എനിക്ക് കുറേ ഫ്ലവേഴ്സ് ഒക്കെ പറിച്ചു തന്നു കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്ക് അപ്പോൾ കുറേ ഫ്ലവേഴ്സ് എടുത്തു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു സാർ ബൊക്കെ ചാർജ്. അപ്പോൾ ഞാൻ പറഞ്ഞു ബൊക്കെ ചാർജ്. അപ്പോൾ 500 ഫ്ലവേഴ്സ് എല്ലാം കുട്ടിയിൽ ബൊക്കെ ചുമ്മാ പറയണം, അങ്ങനെ ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഇങ്ങനെ ഇരുന്ന് പറയും. അപ്പം അപ്പോൾ നല്ല ഫ്ലവേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇവൻ എനിക്ക് കുറേ പറിച്ചു തന്നു, ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെന്താ, ഫുഡും ഭയങ്കര നല്ലതായിരുന്നു. ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മെയിനായിട്ട് പറയാനുള്ളത്. സാധാരണ മെനുവിൽ ക്യാച്ച് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാച്ച് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞാൽ എന്താ എനിക്കറിയില്ല, നമുക്കറിയാം. എൻ്റെ കൂടി കഫേ എല്ലാം നേരിട്ട് ഫുഡ് ക്യാച്ച് ഓഫ് ദ ഡേ എന്ന് പറയുമ്പോൾ ഫിഷ് ആയിരിക്കുമല്ലോ. എന്താ പ്രശ്നം വെച്ചാൽ അപ്പൂന് വെജിറ്റബിൾസ് നല്ല ഇഷ്ടമാണ്. എസ്പെഷ്യലി ഡിന്നറിനൊക്കെ വെജിറ്റബിൾ കറികളൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ കരുതി എന്നാ പിന്നെ നമ്മള് ഇനി അപ്പൂന്റെ ഇതിന്റെ ബോഡിനെ ഒന്ന് ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യണ്ട, നമ്മളാണെങ്കിൽ ഡിസ്റെസ്പെക്ട് ചെയ്യണമെന്ന് പറയും. അപ്പം എന്നാ പിന്നെ അപ്പൂനെ പോലെ നമുക്കും റെസ്പെക്ട് ചെയ്യാൻ കരുതി ഞാനും കരുതി വെജിറ്റബിൾ കഴിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ അപ്പൊ പറഞ്ഞു ഓക്കെ സാർ, ഓക്കെ. അപ്പൊ പുള്ളി അത് വെച്ചാൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മാഷ്ഡ് വെജിറ്റബിൾ വിത്ത് ബട്ടർ അങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്. ഇവൻ അതൊന്നും എന്നോട് പറഞ്ഞില്ല. വെജിറ്റബിൾ എന്ന് കണ്ടത് അത് മാത്രമായിരുന്നു. അതായത് ഡിസ്ക്രിപ്ഷൻ മാത്രം എന്നോട് പറഞ്ഞു. അപ്പോൾ എന്താ ബട്ടറിൽ ടോസ്റ്റഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു സ്റ്റിർ ഫ്രൈ സെറ്റപ്പ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഈ പറയുന്ന വെജിറ്റബിൾ മാത്രമൊന്നും കേട്ടോ, ആദ്യം നല്ലപോലെ കയറ്റിയിട്ട് സെക്കൻഡ് ഓർഡറിൻ്റെ കാര്യം കേട്ടോ പറയുന്നത്. ആദ്യം എന്തായിരുന്നു ഹമ്മസ് ആൻഡ് ബീഫായിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണ് വെജിറ്റബിൾസിലേക്ക് വരുന്നത്. ആൾക്കാർ ഇരിക്കുന്ന ആദ്യമേ ഡിന്നറിന് വെജിറ്റബിൾസ് മാത്രം, ഇതെല്ലാം കഴിഞ്ഞിട്ട് ചുമ്മാ ഇരിക്കുവാണല്ലോ. അപ്പോൾ ആൾക്കാർക്ക് തോന്നരുതില്ല വെറുതെ ഇരിക്കുകയെന്ന്. അപ്പോൾ ഓർഡർ ചെയ്താ. അപ്പം ഞാൻ ക്യാച്ച് ഓഫ് ദ ഡേന്ന് കണ്ടില്ല. എന്നിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു വലിയ ഫിഷ്. അതെന്താ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതെന്താ സംഭവിച്ചാൽ ചെക്കൻ്റെ റിലേ ചെയ്തെടുത്ത് നമ്മുടെ ആളുടെ നമ്മൾ ടേക്ക് ചെയ്ത ആളുടെ റിലേ പോയി. കാരണം എന്താ വെച്ചാൽ അപ്പു ഇവൻ ഓർഡർ എടുക്കാൻ വന്നപ്പോൾ തന്നെ അപ്പു പറഞ്ഞു, അപ്പുവിന് ഈ എസ്പെഷ്യലി കുഞ്ഞു പയ്യന്മാരല്ലേ ഒരു +2 ഒക്കെ പഠിക്കുന്ന,
അവരോട് ഒരു അനിയനൊന്നും ഇല്ലാത്തോണ്ടാന്ന് തോന്നുന്നു അപ്പൂന് പറഞ്ഞത് നന്നായി. ആൺമക്കളില്ലാത്തോണ്ട് അപ്പൂന്റെ അമ്മയ്ക്കും അതെ എന്റെ പൊന്ന് എന്ത് ഭയങ്കര സ്നേഹ അങ്ങനെയുള്ളവന്മാരോട്. അപ്പൊ അപ്പു പറഞ്ഞു അവനെ കണ്ടപ്പോഴത്തേക്കും അവനൊരു തമിഴ് ഹീറോ ലുക്കൊക്കെ. അപ്പൊ അപ്പു പറഞ്ഞു ലുക്ക് ലൈക്ക് തമിഴ് ഹീറോ എന്നൊക്കെ പറഞ്ഞു. എന്ന് വെച്ചാൽ രസമുണ്ട്. അപ്പൊ അവൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ശരിയൊക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് അവന് അപ്പൊ അവൻ ഓർഡറൊക്കെ എടുത്തിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് അപ്പത്തേക്ക് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ ചോദിച്ചു ചേട്ടാ വെജിറ്റബിൾ ഡിഷ് എന്തൊക്കെ ഉണ്ട് സാർ, എല്ലാം ഈസ് കാച്ചസ്റ്റേ മതി. അവൻ പോയി. അതിന് ഓർഡർ ഒന്നും വരുന്നില്ല. ഞാനൊരു 2 ബ്രെഡ് ഐറ്റം കൂടെ പറഞ്ഞിരുന്നു, സോഡ പറഞ്ഞിരുന്നു. അതൊന്നും വരുന്നില്ല. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ പുള്ളി ഇങ്ങനെ ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. സുബ്രഹ്മണ്യപുരത്തിലെ ചെക്കര ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കില്ലേ, ഇങ്ങനെ ചുമ്മാ ചിരിച്ചോണ്ടിരിപ്പുണ്ട്. അത് 2 തവണ നോക്കി ബ്രെഡ് വന്നില്ല, 3ാമത്തെ തവണ നോക്കി ബ്രോ ബ്രെഡ് അപ്പൊ പുള്ളി ചുമ്മാ ചിരിച്ചു. ഓ ബ്രെഡ് മറന്നു കൊടുത്തത്. അത് കഴിഞ്ഞ് ബ്രെഡ് വന്നു. അത് കഴിഞ്ഞിട്ട് ക്യാച്ച് ഓഫ് ദി ഡേ വന്നു. ഒരു 10-20-30 മിനിറ്റ് കഴിഞ്ഞ്. ക്യാച്ച് ഓഫ് ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഈസ്തെറ്റിക് കഫേയിലൊക്കെ പോയിട്ട് നമുക്ക് ഇരുട്ടായത് നന്നായി, ആൾക്കാർ വലിയ ഫിഷ് ക്യാച്ച് ഓഫ് ദി ഡേ വല പിടിക്കാനായിട്ട് പോയെന്നോ സാധനം കിട്ടി. ടൈം എടുത്തിട്ട് ഞാൻ ഇങ്ങനെ കഴിച്ചു. അപ്പൂന്റെ ഈസ്തെറ്റിക്സിനെ ബാധിച്ചു. ഞാൻ പറഞ്ഞു ഇരുട്ടായത് നന്നായി. ക്യാച്ച് ഓഫ് ദി ഡേ കണ്ടില്ലായിരുന്നു. കഫേയിലൊക്കെ പോണം. കഫേയില് ഹരി അത്ര കഫേ പേഴ്സൺ അല്ല. ഹരിക്ക് എപ്പോഴും ഏത് കഫേയിലാ പോയെ? അന്ന് ഒരു കഫേ ഇല്ലായിരുന്നു. ഏത് കഫേയിലാ പോയെ? അതല്ല അന്നത്തെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞു. അങ്ങനെയല്ല കേട്ടോ, ഞാൻ അന്നത്തെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഇഷ്ടം പോലെ നല്ല കഫേസ് ഒക്കെ ഉണ്ട്. അപ്പോ അങ്ങനെ പിന്നെ എന്താടാ, അപ്പം ആ ചെക്കൻ ഭയങ്കര നൈസായിരുന്നു കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബോയ്സിനെ ഭയങ്കര ഇഷ്ടം. ഞാൻ ഭയങ്കര ഐ എം നോട്ട് അങ്ങനെയല്ല, ഗേൾസിനെ കാട്ടി ഐ എം എ ബോയ്സ് ഗേൾ. ഞാൻ കുറച്ചുകൂടെ കമ്പനി ബോയ്സ് ആയിട്ടാ. അത് എല്ലാവർക്കും അറിയാം. ഒരു ഗേൾസ് ഫ്രണ്ട്സ് ആരാന്ന് ചോദിക്കും. എൻ്റെ ഫ്രണ്ട്സാണ് ആകെയുള്ള ഗേൾസ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഇവൻ്റെ ഫ്രണ്ട്സിൻ്റെ വൈഫ്സ്. അല്ലാണ്ട് സ്വന്തമായിട്ട് ഹരിശ്ചന്ദ്രയ്ക്ക് ഗേൾസ് ഫ്രണ്ട്സ് ഇല്ല. അപ്പം അടുപ്പിക്കില്ലായിരുന്നു. നിന്റെ ഗേൾസൊക്കെ ഒന്ന് കമന്റ് ചെയ്യും. അപ്പോൾ എനിക്കങ്ങനെ ബോയ്സിനെ ഭയങ്കര കാര്യം. എനിക്ക് അനിയന്മാരെ ഭയങ്കര ഇഷ്ടമായി. ഐ മീൻ ചേട്ടൻ അല്ലടാ, അല്ല ഞാൻ അവര് ക്ലാരിഫൈ ചെയ്യണല്ലോ. ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു സമയമാണല്ലോ. എനിക്ക് ചേട്ടന്മാരും അനിയന്മാരും വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ബോയ്സിനെ ഭയങ്കര കാര്യമാണ്. ഇപ്പം എൻ്റെ ലൈഫ് എടുത്ത എൻ്റെ എല്ലാ ക്ലോസ് ആൾക്കാരും ബോയ്സാണ്. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ലൈഫിൽ ഗേൾസ് വരാറുള്ളൂ. ബട്ട് ഗേൾസ് സെറ്റ് അങ്ങനെ അല്ലാന്നല്ല കേട്ടോ. ചില ആൾക്കാരിൽ സെറ്റ് ആവും. എനിക്ക് കൂടുതലും ബോയ്സാണ് എപ്പോഴും കുഞ്ഞിൽ തൊട്ട് ഭയങ്കര ബോയ്. സൂപ്പർ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഇവൻ്റെ അടുത്ത് പറഞ്ഞതാ. ചെക്കനായിരുന്നു കേട്ടോ. ഹാർഡ്ലി എത്ര വയസ്സുണ്ടാവും അവിടെ, ഒരു 19-20 അത്ര കണ്ട വയസ്സുള്ള ചെക്കൻ. അങ്ങനെ അപ്പോൾ ഇതൊക്കെയായിരുന്നു. യാ നമ്മുടെ സ്റ്റോറി ഒക്കെ കാണുന്നവർക്കാണ്. ഞാൻ വല്ലപ്പോഴും ഗേൾസ് ആർ ടു ഗുഡ് കേട്ടോ. പക്ഷെ ഞാനങ്ങനെ ഗേൾസായിട്ട് ഇപ്പോൾ ഉള്ള ഗേൾസ് എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടുള്ള എൻ്റെ ഗേൾസ് ഫ്രണ്ട്സാണ്. പിന്നെ ഹരീൻ്റെ ഫ്രണ്ട്സിൻ്റെ വൈഫ്സും. അല്ലാണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. ബോയ്സ് ആയിട്ട് ഞാൻ പെട്ടെന്ന് സിങ്ക് ആവും. എൻ്റെ അമ്മയ്ക്കും ഭയങ്കര കാര്യമാണ് ആൺപിള്ളേർ. ബോയ്സ് അതുകൊണ്ട് കല്യാണത്തിനും ഏതൊരു ഫംഗ്ഷനൊക്കെ പോയ അപ്പു കട്ട പോസ്. ഇപ്പാണ് സ്വാതിയൊക്കെ വന്ന് ഇപ്പൊ കുറച്ചുപേര് കല്യാണം കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല. അമ്മമാർക്കും ഫ്രണ്ട്സ് ഇല്ല. അതെ, ഇവരുടെ ഗ്യാങ്ങിൽ ആദ്യം ഹരിയ കല്യാണം കഴിക്കുന്നത്. അപ്പോ ശരിക്കും പിന്നെ ഞാൻ ഇവരുടെ സിങ്ക് ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ആദ്യമൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഹരി പിന്നെ കല്യാണം കഴിച്ചാന്ന് ഹരി അങ്ങ് മറക്കും. ഹരി അങ്ങ് പോവാണ്. അപ്പൊ പിന്നെ ഇവരുടെ കൂടെയാണ് ഞാൻ ഫുൾ നടന്നേക്കുന്നത്. മുണ്ടൊക്കെ മടക്കി കുത്തി ഭയങ്കര സ്റ്റൈലായിട്ട് നേരെ നടന്നു പോയി. അമ്മമാരെ കണ്ടോ അപ്പു ഇവിടെ ഹരി ഞാൻ സാരി കൊടുത്ത് കഷ്ടപ്പെട്ടു അങ്ങ് പോവും. ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഹരി കല്യാണം കഴിച്ചിട്ടില്ല, സിംഗിളായി. പിന്നെ അങ്ങ് പോവാണ്. അപ്പൊ എനിക്കത് പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ. അന്ന് ഞാൻ സാരി ഉടുത്തേക്കുമായിരുന്നു. അപ്പൊ എന്തോ താഴെ ചാടിപ്പോ എനിക്കപ്പോൾ ഇത് എടുക്കണമായിരുന്നു. അപ്പൊ കുനിയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അങ്ങനെ പിന്നെ എന്താ, ഇനിയിപ്പം 8 മിനിറ്റ് ആയിട്ടോ കൗണ്ട് ഡൗൺ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ
നമ്മൾ താഴെ ജസ്റ്റ് പോയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇന്നിനി പ്രത്യേകിച്ച് ഒരു കഫേ കൂടെ ഇനി കഫേ ഒന്നുമില്ല. അപ്പം ഇത്രയൊക്കെയാണ് പരിപാടികൾ. ആക്ച്വലി ഞാനൊന്ന് ആലോചിച്ചായിരുന്നു ഡാർജിലിങ്ങിൽ ഒന്നുകൂടെ പോകണമെന്ന് ഞാൻ ആലോചിച്ചായിരുന്നു. അപ്പോൾ ഇന്നലെ ഡാർജിലിങ്ങിൽ പോയ ക്ഷീണം എനിക്ക് ഇന്ന് രാവിലെ കുളിച്ചപ്പോഴാണ് മാറിയത്. സോ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മള് വർക്കല വരുമ്പോ അവര് ഇവിടെ ഉള്ളവര് സജസ്റ്റ് ചെയ്യും നമ്മള് ഓട്ടോ എടുത്താൽ മതി. ഐ തിങ്ക് ഐ സെഡ് ദാറ്റ് ഓൾറെഡി. ഏതോ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ലൈവ് അപ്ഡേറ്റ് ഓട്ടോ കിട്ടി, അത് നമ്മളറിഞ്ഞില്ല. ഇതിന് പുറമെ ലൈവ് ഉണ്ടെന്നോ? ഓക്കെ ഗൈസ്, സോ ഞാനിപ്പോ വീഡിയോ കട്ട് ചെയ്യാണ്. ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ വരുന്ന ഗേൾസ് ഒക്കെ ലൈവ് കാണാൻ ഞാൻ ഇനി നാളെ എടുക്കാം ഗൈസ്. ഇന്നിനി പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ല. നമ്മളറിഞ്ഞില്ല കാര്യമായിട്ടൊക്കെ ഇൻഫോർമേഷൻ അത് ഞാൻ എപ്പോഴും പറഞ്ഞു എന്നാണ് തോന്നുന്നത്. എനിക്ക് ഓർമ്മയില്ല ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു വിശ്വാസം. പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഹരിനെ കൊണ്ട് കമൻറ്റ് ഇടിച്ചേക്കാം എന്താ പറയാൻ വന്നതെന്ന്. സോ അതൊക്കെ ഉള്ളൂ. നമ്മളിനി താഴെ ഇറങ്ങി പോവും, കുറച്ച് നേരം അവിടെ ഇരിക്കും, എന്നിട്ട് തിരിച്ച് കയറി വരും. പിന്നെ നാളെ 11 ചെക്കൗട്ട്. യെസ്, മാത്യൂസ് കൊല്ലപ്പള്ളി എൻ്റെ ക്ലോസസ്റ്റ് ഫ്രണ്ടാണ് സ്കൂളിലെ. അപ്പം ഞാൻ അവൻ ഇവിടെ ട്രിവാൻഡ്രം ഉണ്ട്. അപ്പം ഞാൻ അവനെ കാണാൻ പോവാണ്. അവന്റെ കൂടെ നീ ഒരു അത് എനിക്ക് സന്തോഷം. നമുക്കൊരു ആശ്വാസം. അവൻ ചെയ്തത് തന്നെ പയ്യൻ, അവനും കൂടെ അത് ചെയ്ത. എനിക്ക് അവനോട് പറയാൻ വരെ പേടിയാ. പറയാ അവൻ ചെയ്യും. നിന്നെ അവന് ഭയങ്കര എന്നെ ഭയങ്കര കാര്യ. എപ്പോഴേലും ഒന്ന് മറ്റേ കുട്ടുമക്കുട്ട് കൊല്ലപ്പള്ളിയും കുട്ടുമക്കുട്ടും അവൻ ചെയ്യും. ഞാൻ പറഞ്ഞ ചെയ്യൂല, ഒന്നും ചെയ്യൂല അവൻ. പിന്നെ ഓടാൻ പറയാൻ എൻ്റെ അടുത്ത്. അപ്പം അവനെ അവൻ ട്രിവാൻഡ്രം ഉണ്ട്. അപ്പോൾ അവനെ കണ്ടിട്ട് വേണം തിരിച്ചു പോകാൻ. നാളെ 11 ആകുമ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യും. സോ അവനെ കണ്ടിട്ട് നമ്മൾ പോവും. നാളെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും അല്ല, ഇവിടുന്ന് തന്നെയായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഓക്കെ, അപ്പം ബൈ ഗൈസ്. ബൈ 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 നന്ദു. അതെന്താ ചുമ്മാ നന്ദു അവസാനം വരെ കാണുള്ളൂ. അല്ല, എൻ്റെ കുറെ ആൾക്കാർ കാണാറുണ്ട്. നന്ദു ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ, കാനഡയിലാണ്. അപ്പോൾ നന്ദുചേട്ടൻ ഫുൾ ഇരുന്ന് കാണും. എന്നിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയും. കാരണം നമ്മൾ ദൂരെ ഉള്ളവർക്കൊക്കെ നമ്മുടെ വ്ളോഗ്സ് കാണാൻ കുറച്ചും കൂടി ഇഷ്ടമായിരിക്കുമല്ലോ, ബിക്കോസ് നമ്മളെ കാണാമല്ലോ. എനിക്കും പുറത്ത് ആൾക്കാരുണ്ട്, അവർ കാണാറുണ്ട്. അപ്പോൾ എന്താ ഞാൻ പറയാൻ വന്ന്, ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യും ഈ പോർഷനിൽ പറഞ്ഞ. എന്നോട് ഇതേ പറഞ്ഞോളൂ, നീ ഒന്ന് മാറി നിൽക്കോ, അവള് നന്നായി സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പറയായിരിക്കും. അപ്പോ നന്ദു ഇവളുടെ കട്ട സപ്പോർട്ടറാ. ആകെ വീഡിയോസിൽ പോരായ്മ ഞാനാണെന്നാ പുള്ളി പറയുന്നത്. ഞാനാണ് ഇങ്ങനെ ബോയ്സ് ബെസ്റ്റ് ഫ്രണ്ട് എന്നൊന്നും പറഞ്ഞ് കേട്ടിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഒരു സ്കൂളിലൊക്കെയുള്ള ബോയ് ഗ്രൂപ്പ് ഇങ്ങനത്തെ ഒന്നും ടൈപ്പ് അല്ലായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് ആദ്യമൊക്കെ എന്നായിരുന്നു. ഇപ്പം ശീലമായി. അപ്പം ഓക്കെ ഗൈസ്, ബൈ ബൈ. നമ്മൾ ഇവിടെ വൈൻഡപ്പ്. രാവിലെയും കൂടെ എന്തെങ്കിലും കൂടെ പറഞ്ഞേക്കാം, എന്നിട്ട് നമുക്ക് നിർത്താം. ഇതും 30 മിനിറ്റ്സിൽ നിൽക്കുമെന്ന് തോന്നില്ല, ബട്ട് സ്റ്റിൽ ഓക്കെ. ബൈ ബൈ. സോ ഹായ് ഗൈസ്, ടുഡേ ഈസ് മൺഡേ. സോ ഇപ്പോൾ ഒരു 11:30 ഒക്കെ ആയി. വി ആർ അബൌട്ട് ടു ചെക്ക് ഔട്ട്. സോ ഇത് കാണത്തില്ല അല്ലേ, വെറുതെ പൊക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, കഴിക്കണം. പിന്നെന്താടാ, പോകുന്ന വഴിക്ക് കൊല്ലപ്പള്ളി കാണണം. അപ്പോൾ നമുക്ക് ആക്ച്വലി വർക്കലന്ന് പോകുമ്പോഴത്തേനും ട്രിവാൻഡ്രം ടച്ച് ചെയ്യണ്ടായിരുന്നു. പക്ഷെ അവൻ ട്രിവാൻഡ്രം ഉള്ളതുകൊണ്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് പോയിട്ടായിരിക്കും പോവുക. അവനെ കണ്ടിട്ട് കുറേ ആയി. സോ അതൊക്കെയാണ് അപ്ഡേറ്റ്. ഓക്കെ, ബൈ ബൈ. സോ വർക്കല അതായിരുന്നു നമ്മുടെ വ്യൂ ഫ്രം ദ റൂം. എനിക്കൊരു അടിപൊളിയായിരുന്നു. താങ്ക് യു ഫോർ ദ ഗുഡ് സ്റ്റേ ഓഷ്യാനോ. ബൈ ബൈ. ഇത്രയും പൊക്കാനേ എനിക്ക് പറ്റുള്ളൂ കേട്ടോ. ഹായ് ഗൈസ്. അപ്പൊ ഇതാണ് കൊല്ലപ്പള്ളി. ഞാൻ ഇവന്റെ ഫ്ലാറ്റിലായിരുന്നു. ഇപ്പൊ എത്ര മണിയാടാ? 10 മണിയാവാറായി. ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനലിൽ ഇന്റർവ്യൂ ആണെന്ന് ആര് പറഞ്ഞു? അല്ല, വെറുതെ കാണിക്കാൻ വേണ്ടി വിളിച്ചതാ. അപ്പോ
നമുക്ക് നല്ല ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കി പാവം തീർന്നു. കാണിക്കാം ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ പഠിച്ചു എന്ന് അറിയത്തില്ല, പക്ഷെ അടിപൊളിയായിരുന്നു. അതെ, സ്കിൽ എല്ലാ സ്കിൽസും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു ചിക്കൻ കറി. അപ്പൊ ഞങ്ങൾ 2:30 കണ്ടു വന്നല്ലേടാ. ഇപ്പൊ 10 മണിയാവാറായി. നമ്മൾ പോവാൻ തുടങ്ങാം. ഇപ്പഴാ വീഡിയോ എടുക്കണ ആരും ആലോചിച്ച് ഞങ്ങൾ കഥ പറഞ്ഞ് അത് മറ്റൊരു യാഥാർത്ഥ്യം. അപ്പൊ ഞാൻ അവന്റെ ചിക്കൻ കറി കാണിച്ചാൽ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലടാ, കുറച്ചുണ്ട്. നമുക്കൊരു ഒരു ഇത് കാണിച്ചു കൊടുക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഓക്കെ, ശരി. ഓക്കെ ഗൈസ്, ഇതാണ് അവൻ ഉണ്ടാക്കിയ ചിക്കൻ കറി. ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അതാണ് തീർന്നത്. ഭയങ്കര തിക്ക് ഗ്രേവി ഒക്കെ ആയിട്ട് സെറ്റപ്പ് ആയിരുന്നു. തന്നെ ഉണ്ടാക്കിയ റെസിപ്പി പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? പുറത്തു വിടില്ല. ഓക്കെ, ട്രേഡ് സീക്രട്ട് ആണ്. സോറി ഗൈസ്. അപ്പം നമ്മൾ ഇറങ്ങാൻ പോവാണ്. നമ്മുടെ ഈ ട്രിപ്പൊക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം ഇവിടെ ഓക്കെ, ഇറ്റ്സ് അറൗണ്ട് 12 ആയി. നമ്മൾ കൊല്ലപ്പള്ളീൻ്റെ അടുത്തൊക്കെ പോയിട്ട്, നിന്നിപ്പോൾ കാണത്തില്ല, കൊല്ലപ്പള്ളീൻ്റെ ഒക്കെ അടുത്ത് പോയിട്ട് നമ്മളിപ്പോൾ ഇറങ്ങിയുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് നമ്മളൊരു അറൗണ്ട് 2 ഒക്കെ ആയപ്പോൾ എത്തി. പിന്നെ അവൻ പറഞ്ഞു നല്ല ബ്ലോക്ക് ആയിരിക്കും, ഇന്ന് മൺഡേ അല്ലേ, അപ്പോൾ ടെക്നോ പാർക്കിലേക്ക് നല്ല ബ്ലോക്ക് ഉണ്ടാവും, ലേറ്റായി പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 10:30 ഒക്കെ ആയായിരുന്നു. നമ്മൾ എത്താൻ ഒരു 2:30 ആവുമായിരിക്കും. നാളെ ഞാനും ഇവനും വർക്കിംഗ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ എന്താ, കൊല്ലപ്പള്ളീൻ്റെ അടുത്ത് പോയി. ഇറ്റ് വാസ് ടു ഗുഡ്. ഞങ്ങൾ കുറേ നാൾ കൂടിയാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഐ തിങ്ക് ഒരു 1 year ആയി. 1 year മുന്നേ കണ്ടെങ്കിലും അതൊരു കല്യാണത്തിന് വെച്ചാൽ കണ്ടത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒത്തിരി സംസാരിക്കാനൊന്നും പറ്റില്ല. എനിക്കൊന്ന് സ്കൂൾ കഴിഞ്ഞിട്ട് ഇത്രയും നേരം ഇരുന്ന് സംസാരിച്ച് തന്നെ ഇപ്പോഴാണെന്ന് തോന്നുന്നു. അപ്പോൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. അവനിവിടെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പം ഞാനും ഹരിയും ഇത്രയും നേരം അവിടെയായിരുന്നു. അവൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി തന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു. നല്ല എവിടെ നിന്നാണോ പഠിച്ചത്, നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ. പിന്നെ ഹരി, എങ്ങനെയുണ്ടായിരുന്നു വർക്കല ട്രിപ്പ്? യെസ്, ഇതുവരെയുള്ള നമ്മുടെ വർക്കലയിലെ ബെസ്റ്റ്. മൂന്നാമത്തെ തവണ ഭയങ്കര അടിപൊളി ട്രിപ്പായിരുന്നു. എനിക്ക് എപ്പോഴും ഒരു സ്ഥലത്ത് നിന്ന് വരുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നത് വർക്കലയിൽ നിന്ന് പോരുമ്പോഴാണ്. അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഫ്ലാറ്റിൽ പോകണം, എനിക്ക് ഇനി വീട്ടിൽ പോകണം, അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് പോകണം, അങ്ങനെ ഒരു സാധനം വരും എനിക്ക്. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പോയാലോ, ഇവനും വരും കേട്ടോ. അത് ഫ്ലാറ്റ് മിസ് ചെയ്യാല്ലേ എന്നൊക്കെ ഞങ്ങൾ പറയും. പക്ഷെ വർക്കല ഒരിക്കലും അങ്ങനെയല്ല. അവിടുന്ന് പോരുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ഫസ്റ്റ് തോട്ട് ഇനി എപ്പോഴും ഇങ്ങോട്ട് വരാൻ പറ്റുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇറ്റ് വാസ് ടു ഗുഡ്. ഭയങ്കര അടിപൊളി ട്രിപ്പായിരുന്നു. എൻ്റെ ഹൈലൈറ്റ്, എൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് ഞാൻ പറയാം. എൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് പറയാം, നിൻ്റെ ബെസ്റ്റ് പാർട്ട് പറയണം. വർക്കലേൻ്റെ എൻ്റെ ബെസ്റ്റ് പാർട്ട് കഫേ സർവേ ആയിരുന്നു. കഫേ സർവേ നമ്മൾ എനിക്കൊന്നും അവർ 1 year എന്തോ ആയുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഭയങ്കര നല്ല ഫുഡായിരുന്നു. ഞാൻ കഴിച്ചത് ക്യൂസെഡില്ല എന്ന് പറയുന്ന ഒരു മെക്സിക്കൻ ഡിഷായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം അത് ട്രൈ ചെയ്യുന്നത്. ഇറ്റ് വാസ് സോ ഗുഡ്. എനിക്കത് കൊച്ചിയിൽ എവിടെയെങ്കിലും കിട്ടുമെന്ന് തപ്പണം. ബിക്കോസ് ഇനി വർക്കല വരെ വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അത്ര ടേസ്റ്റ് ആയിരുന്നു. നീ എന്താ ചിരിക്കുന്നത്? അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്താ, അവിടുന്ന് എനിക്ക് റിങ്ങൊക്കെ വാങ്ങാൻ പറ്റി. അതൊക്കെ അടിപൊളിയായിരുന്നു. ഇതായിരുന്നു എൻ്റെ ബെസ്റ്റ് പാർട്ട്. പിന്നെ വർക്കല നമ്മൾ വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇതുകൊണ്ടാട്ടോ ഞാനിത് പറഞ്ഞത്. ഞാൻ എൻ്റെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഇത്തവണത്തെ വർക്കലയിൽ ഇതായിരുന്നു, ഈ ഫുഡായിരുന്നു. നിന്നെ എന്തായിരുന്നു? അവിടെ പോയത് തന്നെയാണ് ക്യാച്ച് ഓഫ് ദ ഡേ ആയിരുന്നു. അധികം നേരം ഇരുന്നില്ല, എന്നാലും ഇരുന്ന നേരമൊക്കെ നല്ല കറക്റ്റ് സമയമായിരുന്നു. 5:30 to 7. ഫുഡ് കുഴപ്പമില്ലായിരുന്നു. എന്നാലും അവിടെ ആയിരുന്നു കുറേ ചിരിച്ചു. ഞാനും അപ്പവും കുറേ സംസാരിച്ച് കുറേ നേരം ചിരിച്ചു. അതുകൊണ്ട് ഫ്ലോ സ്റ്റേറ്റിലെത്തും തമാശ പറഞ്ഞു. നമ്മളിങ്ങനെ തമാശ പറയുമ്പോൾ ഞങ്ങളിങ്ങനെ വെച്ചാൽ ഒരാൾ പറയണ അടുത്ത ആൾ പറയണ, നമ്മളൊരു കോമ്പറ്റീഷൻ പോലെയാ. അപ്പോൾ കുറേ ചിരിച്ചു ഞങ്ങൾ അവിടെ ഇരുന്ന്. അത് ഭയങ്കര നൈസായിരുന്നു. പക്ഷെ ഫുഡ് വൈസ് എനിക്ക് സർവേ ആയിരുന്നു കേട്ടോ കുറച്ചുകൂടി ഇഷ്ടം. സോ അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ ഗൈസ്, നേരത്തെ ഉണ്ടല്ലോ നീ സ്പീഡിൽ ഓടിച്ചുകൊണ്ട് എനിക്ക് കൈ ഇങ്ങനെ ഇളകിപ്പോയി. അപ്പോൾ എനിക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. ഇതിക്ക്
ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദ വീഡിയോ. ഐ ഹോപ്പ് ഇത് കണ്ണൂർ വ്ളോഗിൻ്റെ അത്രയും ലോങ് അല്ല എന്ന്. അപ്പോൾ യാ, സോ താങ്ക് യു ഫോർ വാച്ചിങ് അൺടിൽ നൗ. സോ ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ഡു. അവിടെ അതിനു മുമ്പ് തുടങ്ങുക, ലൈക്ക്. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ ബൈ.